സ്ക്രീനിൽ മതി, ഇമ്മാര് ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഇമ്മാര് വൃത്തിയോട് ചെയ്യണ്ട എന്ന് തന്നെ പറയും. എന്തായാലും വിജയുടെ ഒരു അവസ്ഥയിൽ അതല്ല അവിടെ നടക്കുന്നത്. നോക്കൂ, ഈ ഒരു ഇഷ്യൂ നടന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, വിജയ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഒട്ടുമേ പക്വതയില്ലാത്ത രാഷ്ട്രീയക്കാരെ പോലെ ഒറ്റ ഓട്ടം വെച്ചെടുക്കുകയത്. അത് അദ്ദേഹം പല കാരണങ്ങളും പറയുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിശബ്ദമാണ് തമിഴകം, TVK നിശബ്ദമാണ്. ഇനി എന്തായിരിക്കും നമ്മുടെ TVKയുടെ ഭാവി, വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ ഭാവി എന്തായിരിക്കും എന്ന കൺഫ്യൂഷനുള്ള സമയത്ത് നോക്കിക്കോളൂ, അവിടെ മരിച്ചുപോയ കുടുംബാംഗങ്ങളെ മുഴുവൻ പ്രത്യേകമായിട്ടുള്ള ഒരു AC ബസ്സിൽ കയറ്റി നമ്മുടെ വിജയനെ കാണാൻ വേണ്ടി കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഒരു പ്രത്യേക ഹോട്ടലിലേക്ക്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ഒരു അമ്മ പറയുകയാണ്, എൻ്റെ മകൻ മരിച്ചു എന്നാലും വിജയനെ കാണാൻ കഴിഞ്ഞല്ലോ എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരാളെ കാണാൻ കഴിഞ്ഞല്ലോ എന്നൊക്കെ സ്വന്തം മകൻ മരിച്ചു കഴിഞ്ഞിട്ടും അങ്ങനെയൊക്കെ പറയാൻ കഴിയുന്ന തരത്തിലേക്ക് ആളുകളുള്ള ആ ഒരു പ്രദേശത്ത്